നമസ്കാരം. ഗവൺമെന്റ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ്സ്മാൻ സിവിൽ ട്രേഡിൽ സെമസ്റ്റർ 4-നകത്തെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പവർപോയിന്റ് പ്രസന്റേഷൻ വീഡിയോ ഞാൻ രഞ്ജിത്ത് മലമ്പുഴ ITIയിലെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ലെസനകത്ത് എസ്റ്റിമേഷൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫൈൻ എസ്റ്റിമേഷൻ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ, ഡാറ്റാസ് നീഡഡ് ഫോർ എസ്റ്റിമേറ്റ്, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഡാറ്റാസ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ പോകുന്നത്. എസ്റ്റിമേഷൻ പറയുന്നതിന് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറാണ് അല്ലേ. സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗത്തെ സബ്സ്ട്രക്ചർ എന്നും ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗത്തെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇവിടെ തന്നെ ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന വർക്കിനകത്ത് നമുക്കറിയാം ആദ്യം ഫൗണ്ടേഷന് വേണ്ട പാതകങ്ങൾ കയറുന്നു അല്ലേ. ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നു. ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഈ ചിത്രത്തിനകത്ത് തന്നെ കാണുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ലെവലിംഗ് കോഴ്സ്, ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷനായിട്ട് ഇവിടെ ഡ്രൈറബിൾ മേസണറി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിനുശേഷം പിന്നെ പ്ലിന്തിലേക്ക് എത്തുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലെ ഭാഗത്തെ സൂപ്പർ സ്ട്രക്ചറിനകത്ത് ഈ പറഞ്ഞ പോലെ പ്ലിന്ത് ബേസ്മെൻറ്റിനകത്ത് ഇവിടെ ഡ്രൈറബിൾ മേസണറി ഇൻ 1:8 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ വാൾ വർക്കാണ്, അതായത് വാൾ ഇൻ ബ്രിക്ക് വർക്ക് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാൾ ഇൻ ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നിരിക്കുന്നത്. ആ കാണുന്ന ഈ പറഞ്ഞ പോലെ അവിടെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ RCC വർക്കുകളല്ല, ലിൻഡലെ സൺഷെയ്ഡ് അല്ലേ, റൂഫ് സ്ലാബ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഫിനിഷിംഗ് വർക്കുകളായിട്ടുള്ള ഫ്ലോറിംഗ് കോൺക്രീറ്റ്, ഫ്ലോർ ഫിനിഷുകൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, വൈറ്റ് വാഷിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ് ഫിക്സിങ്, അങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്കുകൾ ഉൾപ്പെടെ. അപ്പോൾ ഇത്തരത്തിലുള്ള മൊത്തം ഒരു വർക്കിനെ തന്നെ ഒരുപാട് സബ് വർക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ വർക്കിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊത്തം വർക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രതീക്ഷിക്കുന്ന ടോട്ടൽ കോസ്റ്റ് കണക്കാക്കുക, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിൾ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുന്ന ഈ നിർമ്മാണം നടക്കുന്നതിന്, കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ ഡ്രോയിങ്ങുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ കാണുന്ന വർക്കിൻ്റെ, ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ചെലവ്, കോസ്റ്റ് കണക്കാക്കുകയാണ് എസ്റ്റിമേഷനിലൂടെ ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന ചെലവ് അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള ചെലവ്, സാധ്യതയുള്ള ചെലവ്, ആ നിർമ്മാണത്തിന് ആവശ്യമായ ചെലവ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണം ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ എത്ര രൂപ വരുമെന്ന് കണക്കാക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്നുള്ള വാക്ക് പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ഓർ പ്രൊബബിൾ കോസ്റ്റ്, ആൻറ്റിസിപ്പേറ്റഡ് എന്ന പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ആ വർക്കിൻ്റെ ചെലവ്. ഇപ്പോൾ യൂഷ്വലി എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബിഫോർ ദ കൺസ്ട്രക്ഷൻ ഈസ് ടേക്കൺ അപ്പ്. ആ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അതിന് എത്ര രൂപ വരുന്നു അല്ലെങ്കിൽ എത്ര ചെലവ് വരും എന്ന് കണക്കാക്കുന്നതാണ് എസ്റ്റിമേഷനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഈ പറഞ്ഞ പോലെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആദ്യത്തെ വർക്ക് തുടങ്ങി, എർത്ത് വർക്ക് എക്സ്കവേഷൻ തുടങ്ങി, ഫൗണ്ടേഷൻ തുടങ്ങി, അതേപോലെ തന്നെ പ്ലിന്ത്, വാൾ വർക്ക്, അതിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ വർക്കുള്ള ലിൻഡല്, സൺഷെയ്ഡ്, സ്ലാബ്. അപ്പോൾ ഓരോ വർക്കിൻ്റെയും ഈ ക്വാണ്ടിറ്റി കണക്കാക്കി ഓരോ വർക്കിനും ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഉചിതമായ നിരക്ക്, ഒരു യൂണിറ്റിന് എത്ര രൂപയാവുന്നു എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ഓരോ വർക്കിൻ്റെയും കോസ്റ്റ് കണക്കാക്കുന്നു അല്ലേ. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്വാണ്ടിറ്റി കണക്കാക്കണം. ആ ഇപ്പോൾ എർത്ത് വർക്കാണ്, എത്ര m³ എക്സ്കവേറ്റ് ചെയ്യുന്നു അല്ലേ. എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് m³ അപ്പോൾ എത്ര m³ എർത്ത് വർക്ക് ചെയ്യുന്നു എന്ന് കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ ക്വാണ്ടിറ്റിയാണ് കണക്കാക്കുന്നത്. എത്ര m³ എർത്ത് വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. ഓരോ ക്വാണ്ടിറ്റിക്കും ഒരു യൂണിറ്റിന് എന്ന് പറഞ്ഞാൽ ഒരു m³ എത്ര രൂപയാവുന്നു ചിലവ് കണക്കാക്കുന്നു. ഒരു യൂണിറ്റ് ചെയ്യാൻ, അതായത് ഒരു m³ ഒരു 750 രൂപയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു 10 m³ ആണെങ്കിൽ 10 × 750 7500 രൂപ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നു എന്ന് കണക്കാക്കുന്നു അല്ലേ. അപ്പോൾ ഇതിന് ആവശ്യമുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കാൻ നമുക്ക് എന്താവശ്യമുണ്ട്, ഡ്രോയിങ് ആവശ്യമുണ്ട് അല്ലേ. ആ ഡ്രോയിങ്ങിന് ശേഷം ഈ പറഞ്ഞ പോലെ എക്സ്കവേറ്റ് ചെയ്യുന്നു, എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് മാനുവലായിട്ട് എക്സ്കവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിഷനറീസ് ഉപയോഗിച്ച് എക്സ്കവേറ്റ് ചെയ്യാം
അല്ലേ? അപ്പോൾ എക്സ്കവേറ്റ് ചെയ്യുന്നതിനും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. മാനുവലായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് മാത്രം പോരാ, ഈ ഡ്രോയിങ്ങിനകത്ത് തന്നെ കാണിക്കണം ഏത് രീതിയിലാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഡ്രോയിങ്ങിനകത്ത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയി കാണിക്കാറില്ല. അങ്ങനെ കാണിക്കുന്നത് എസ്റ്റിമേറ്റിനകത്താണ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഡ്രോയിങ്ങിനകത്ത് കാണിക്കാൻ കഴിയാത്ത ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാണിക്കുന്നത് എസ്റ്റിമേറ്റിലൂടെ. അപ്പോൾ എസ്റ്റിമേഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കണക്കാക്കാൻ പറ്റുന്നു, അല്ലേ? അപ്പോൾ മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും മാനുവലായിട്ടാണെങ്കിലും ഒരു യൂണിറ്റിന് എത്ര രൂപ വരുന്നു എന്ന് കണക്കാക്കുന്നു. അതേപോലെ തന്നെ ഡ്രോയിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റീസും കണക്കാക്കാൻ കഴിയുന്നു, അല്ലേ? അങ്ങനെ നമുക്ക് ആ കാണുന്ന വർക്കിന് വരാവുന്ന പ്രതീക്ഷിക്കുന്ന ചെലവ് കണക്കാക്കുന്നു. ഇതാണ് എസ്റ്റിമേഷനിലൂടെ ചെയ്യുന്നത്. Prepared by computing or calculating the quantities required and then അപ്പോൾ കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് റിക്വയർഡ്, കമ്പ്യൂട്ടിംഗ് കണക്കാക്കുന്നു, അല്ലെ? കണക്ക് കൂട്ടുകയോ കണക്കാക്കുകയോ ചെയ്യുന്നു. ഏതിൻ്റെ? ക്വാണ്ടിറ്റീസ് റിക്വയർഡ്, ആവശ്യമായ ക്വാണ്ടിറ്റിയുടെ അളവ്, അല്ലെ? ആവശ്യമായ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ കാണുന്ന അളവുകൾ നമ്മൾ കണക്കാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ആൻഡ് ദെൻ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് അറ്റ് സ്യൂട്ടബിൾ റേറ്റ്സ്. അപ്പോൾ റേറ്റ് കണക്കാക്കണം, അല്ലേ? ഇപ്പോൾ മാനുവലായിട്ടാണ് ഉപയോഗിക്കുന്നത്, പെർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത് മാനുവലായിട്ടാണെങ്കിൽ ആ മാനുവലായിട്ടുള്ള ലേബേഴ്സിൻ്റെ ചാർജ്, ലേബേഴ്സിൻ്റെ അവരുടെ ശമ്പളം, അവരുടെ വേജസ്, അവരുടെ ചാർജസ്, അല്ലേ? അവരുടെ കോസ്റ്റ്. അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മാനുവലായിട്ട് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഹാൻഡ് ടൂൾസുകളാണ് ഉപയോഗിക്കുന്നത്. മിഷനറീസ് ആണ് ഉപയോഗിക്കുന്നത്, മിഷനറീസിൻ്റെ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ റേറ്റ് കണക്കാക്കുന്നത്. ഒരു M3 എത്ര രൂപ വരുന്നു എന്ന് കണക്കാക്കുന്നു. അതാണ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് അറ്റ് സ്യൂട്ടബിൾ റേറ്റ്സ്. എന്തിനാ? ടു ഗെറ്റ് ദ എക്സ്പെൻഡിച്ചർ ലൈക്ലി ടു ബി ഇൻക്യൂർഡ്, അല്ലേ? എത്ര രൂപ ചെലവ് വരാൻ സാധ്യതയുണ്ട് എപ്പോൾ? ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് ഓർ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ആ വർക്കിൻ്റെ നിർമ്മാണത്തിന് എത്ര രൂപ വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ഏതിലൂടെയാണ്? എസ്റ്റിമേഷനിലൂടെയാണ്, അല്ലേ? അപ്പോൾ എസ്റ്റിമേഷനകത്ത് എല്ലാം ഉൾപ്പെടുത്തണം, അല്ലേ? ഓരോ വർക്കിനകത്ത് ഉപയോഗിക്കുന്ന പെർത്ത് വർക്ക് എക്സ്കവേഷനകത്ത് നമുക്ക് മെറ്റീരിയൽ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ലേബർ അല്ലെങ്കിൽ ടൂൾസ് മുതലാണ് ആവശ്യം, ലേബറും ടൂൾസൊക്കെയാണ് ആവശ്യം. അതേ സമയത്ത് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് മെറ്റീരിയലിൻ്റെ ആവശ്യം വന്നു. ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? റബ്ബർ വെച്ചിട്ടാണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അറിയണം, അല്ലേ? ആ മെറ്റീരിയൽ അവിടെ എത്തിക്കാനുള്ള ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അറിയണം. ഇനി എത്ര ലേബേഴ്സ് വേണമെന്ന് അറിയണം, അല്ലേ? വാട്ടറിങ് ചാർജസ് ഉണ്ടെങ്കിൽ വാട്ടറിങ് ചാർജസിനെ കുറിച്ച് അറിയണം, അല്ലേ? അതേപോലെ തന്നെ ഫൗണ്ടേഷൻ വർക്കിന് മുകളിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലിന്ത് വർക്ക്, അതിനുശേഷം വാൾ വർക്ക്. അപ്പോൾ വാളുകൾ കെട്ടിപ്പൊക്കണമെങ്കിൽ ഈ ഒരു 1.5 മീറ്റർ കൂടുതൽ കെട്ടിപ്പൊക്കണമെങ്കിൽ നമുക്കറിയാം സ്കഫോൾഡിംഗ് പോലുള്ള വർക്കുകൾ ആവശ്യമുണ്ട്, അല്ലേ? വാളിൻ്റെ ഒരു 1.5 മീറ്റർ കൂടുതലാണെങ്കിൽ നമുക്ക് സ്കഫോൾഡിംഗ് ചെയ്തിട്ട് വേണം അടിക്കാൻ, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഈ ലിൻഡിലും സൺഷെയ്ഡും വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫോം വർക്കിൻ്റെ ആവശ്യകതയുണ്ട്, ഷട്ടറിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജസ് കണക്കാക്കണം, അല്ലേ? അപ്പോൾ ഇനി കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തിനാ മെഷീനറീസ് ചിലപ്പോൾ ആവശ്യം വരും, അല്ലേ? എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ആവശ്യം വരും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞൊരു വലിയ വർക്കുകളാണെന്ന് ചുറ്റും ഒരു ഓഫീസും മറ്റുമൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടി വരും, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? അതേപോലെ തന്നെ സൂപ്പർവിഷൻ ചാർജസ് ആവശ്യം വരും, അല്ലേ? അവിടെ ആ കാണുന്ന വർക്ക് നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിനകത്ത് പറഞ്ഞ പ്രകാരമുള്ള സ്പെസിഫിക്കേഷൻ പ്രകാരം തന്നെയാണോ തയ്യാറാക്കുന്നതെന്ന് അറിയുന്നതാണ് സൂപ്പർവിഷൻ ചാർജസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഈ കാണുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടാക്സുകൾ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ കോൺട്രാക്ടറുടെ പ്രോഫിറ്റ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ട്രാൻസ്പോർട്ടേഷൻ, ലേബർ, വാട്ടർ, ടെമ്പററി സ്ട്രക്ചർ ലൈക്ക് സ്കഫോൾഡിംഗ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സൂപ്പർവിഷൻ ചാർജസ്, ടാക്സസ്, പ്രോഫിറ്റ് ഓഫ് കോൺട്രാക്ടർ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ ഈ കാണുന്ന കാര്യം നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഞാൻ ഇനിയുള്ള വീഡിയോസിനകത്ത് അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്രയെങ്കിലും മനസ്സിലാക്കുക. ഒരു വർക്ക് ഏറ്റെടുക്കുന്ന വർക്ക് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ എത്ര രൂപ ആ കാണുന്ന വർക്കിന് ആവുമെന്ന് കണക്കാക്കുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ, എസ്റ്റിമേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വർക്ക് അത് ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ വർക്കിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് മുൻകൂട്ടി നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാൻ സഹായിക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ ആദ്യത്തെ പോയിന്റ് തന്നു, ഹെൽപ്സ് ടു എനേബിൾ ടു നോ ബിഫോർ ഹാൻഡ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. മുൻകൂട്ടി തന്നെ ആ പ്രവൃത്തിയുടെ ചെലവ് എത്രയാണെന്ന് അറിയാൻ ഇതുണ്ട്, അല്ലേ? ഈ കാണുന്ന എസ്റ്റിമേറ്റ് പ്രകാരമാണ് ടെൻഡറുകൾ ക്ഷണിക്കുന്നത്,
അല്ലെ. ടെൻഡറുകൾ എന്ന് പറയുമ്പോൾ എന്താ, ഈ കാണുന്ന വർക്ക് ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ കരാറ് വിളിക്കുകയാണ് അല്ലെ. അപ്പോൾ ടെൻഡർ വിളിക്കുന്ന സമയത്ത് ഈ കാണുന്ന ടെൻഡർ ആസ് പെർ കോൺട്രാക്ട് ഈ പറഞ്ഞ കരാറ് പ്രകാരം കോൺട്രാക്ടർ ഈ വർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം ഇയാൾ കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അധികമായി വരുന്ന ചെലവ് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷൻ പ്രകാരം നേരത്തെ പറഞ്ഞ പ്രവൃത്തികൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അധികമായിട്ടുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അധികമായിട്ടുള്ള വർക്കുകളൊന്നും വരാത്തത് കൊണ്ട് നമുക്കവിടെ ഈ എക്സ്പെൻഡിച്ചർ ചെലവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഡറുകൾ ക്ഷണിക്കാൻ ആ ടെൻഡറുകൾ പ്രകാരം ടെൻഡറുകൾ ക്ഷണിക്കുന്നു. ആ ടെൻഡറിനകത്ത് അപ്പോൾ ആ ടെൻഡർ ക്ഷണിച്ച ശേഷം ഈ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ കരാറ് ഏറ്റെടുത്ത് അത് പ്രകാരം വർക്കുകൾ ആ സ്ഥലത്ത് ക്രമീകരിക്കുന്നു അല്ലെ. ആ സമയത്ത് ക്രമീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ എപ്പോഴും ചിലവ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം എസ്റ്റിമേറ്റ് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ നമുക്ക് ഡ്രോയിങ്ങിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഡ്രോയിങ്ങിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല അല്ലെ. പക്ഷെ എല്ലാ വർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഏതിനകത്ത് കാണിച്ചിട്ടുണ്ടാകും, എസ്റ്റിമേഷനകത്ത് കാണിച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പോൾ ആദ്യത്തെ വർക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നു. ഏത് ഉപയോഗിച്ച് ചെയ്യുന്നു, ഡ്രൈ റബ്ബിൾ വെച്ച് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് പ്ലിന്ത് എന്ന് പറയുന്നത് ബേസ്മെന്റ് റാൻഡറബിൾ മേസണറി ആണ്. 7 മോട്ടോർ 1/6. അപ്പോൾ ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻ പ്രകാരം വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. അത് എത്ര M³ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ എസ്റ്റിമേറ്റിന് ഉണ്ടാവുന്നത് കൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കാൻ ആവശ്യമായ ഒരു ഐഡിയ ഈ എസ്റ്റിമേഷനിലൂടെ ലഭിക്കും. ഈ പോയിന്റിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോളൂ. റിക്വയർഡ് ഫോർ ഇൻവൈറ്റിംഗ് ടെൻഡർ, കരാർ ക്ഷണിക്കുവാനും ആൻഡ് അറേഞ്ച് കോൺട്രാക്ട്, ഈ കരാറുകൾ ക്രമീകരിക്കുവാനും കരാറ് പ്രകാരമുള്ള വർക്ക് ചെയ്ത് നമുക്ക് ചെലവുകൾ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. ആൻഡ് ടു കൺട്രോൾ ദ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. എസ്റ്റിമേഷൻ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അധികമായി വരുന്ന ചെലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ കഴിയും അല്ലെ. ഇനി ഒരു വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഐഡിയാസ് നമുക്ക് ലഭിക്കുന്നുണ്ട്, എസ്റ്റിമേഷനിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരു വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഐഡിയ എസ്റ്റിമേഷനിലൂടെ ലഭിക്കുന്നു. ഗിവ്സ് ആൻ ഐഡിയ റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ആ വർക്ക് പൂർത്തിയാക്കാൻ ആവശ്യമായ ഐഡിയ എസ്റ്റിമേഷനിലൂടെ ലഭിക്കുന്നു. ഇനിയോ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ പറ്റും, എങ്ങനെയാ ഈ വർക്ക് കോൺട്രാക്ടർ എസ്റ്റിമേറ്റ് പ്രകാരം തന്നെയാണോ ചെയ്തത് എന്ന് പരിശോധിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. കോൺട്രാക്ടർ ഈ കരാറ് പ്രകാരമാണോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരമാണോ വർക്കുകൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിക്കാൻ കഴിയും അല്ലെ. ഇനിയോ നേരത്തെ പറഞ്ഞ കോസ്റ്റ് പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റിനകത്തുള്ള നിലവിലുള്ള എസ്റ്റിമേറ്റിനകത്തുള്ള പേയ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ റേറ്റിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ അവിടെ എത്രയാണോ ആക്ച്വൽ ചെയ്തിട്ടുള്ള അളവ്, അവിടെ ആ സൈറ്റിനകത്ത് ചെയ്തിട്ടുള്ള അളവ്, അതിന് നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് എത്രയാണോ ഒരു യൂണിറ്റിന് റേറ്റ് കൊടുത്തില്ല, അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള അളവിന് എസ്റ്റിമേറ്റിനകത്തുള്ള റേറ്റ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കരാറുകാരന് ഈ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കാം അല്ലെ. അപ്പോൾ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ നിലവിലുള്ള എസ്റ്റിമേറ്റിനകത്തുള്ള ഡീറ്റെയിൽസ്, നിലവിലുള്ള എസ്റ്റിമേറ്റിനകത്തുള്ള റേറ്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കാം. അത് തന്നെ ഇവിടെ പറഞ്ഞത്, കാൽക്കുലേറ്റ് ദ പേയ്മെന്റ് ടു ദ കോൺട്രാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദ ആക്ച്വൽ മെഷർമെന്റ് കമ്പയർഡ് വിത്ത് എക്സിസ്റ്റിംഗ് എസ്റ്റിമേറ്റ് അല്ലെ. കാൽക്കുലേറ്റ് ദ പേയ്മെന്റ് ടു ദ കോൺട്രാക്ടേഴ്സ് കരാറുകാർക്ക് കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് കണക്കാക്കുന്നു. എങ്ങനെയാ, അക്കോർഡിംഗ് ടു ദ ആക്ച്വൽ മെഷർമെന്റ്, യഥാർത്ഥത്തിലുള്ള മെഷർമെന്റിന് നമ്മുടെ എസ്റ്റിമേറ്റിനകത്തുള്ള റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാം അല്ലെ, കരാറുകാർക്ക് പേയ്മെന്റ് കണക്കാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ വിൽപ്പന മൂല്യം കണക്കാക്കാൻ സഹായിക്കുന്നു. കാൽക്കുലേറ്റ് ദ സെയിൽ വാല്യൂ ഓഫ് ബിൽഡിങ്ങിന്റെ വിൽപ്പന മൂല്യം കണക്കാക്കാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ റെന്റ് കണക്കാക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് വർക്കുകൾ മാത്രമല്ല, റോഡ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് അല്ലെ. ഏത് വർക്ക് ആയിക്കോട്ടെ, ആ വർക്കിന്റെ നേരത്തെയുള്ള കോസ്റ്റ് അറിയാൻ സഹായിക്കുന്നു എസ്റ്റിമേഷൻ അല്ലെ. ഈ പറഞ്ഞ വർക്ക് ഈ എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് കരാർ ക്ഷണിക്കുവാനും ടെൻഡർ വിളിക്കുവാനും ആ ടെൻഡർ ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തിട്ട് ആ കാണുന്ന ടെൻഡർ എസ്റ്റിമേഷൻ പ്രകാരം അയാൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വർക്കിന് ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം അയാൾക്ക് എസ്റ്റിമേറ്റിലൂടെ ലഭിക്കും. ഈ കരാറുകാരൻ ചെയ്ത വർക്ക് നമുക്ക് വേണമെങ്കിൽ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയുന്നുണ്ട്. എസ്റ്റിമേറ്റിനകത്തുള്ള റേറ്റ് പ്രകാരം കരാറുകാരന് പേയ്മെന്റ് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെയൊക്കെ സെയിൽ വാല്യൂ കണക്കാക്കാൻ പറ്റും, റെന്റ് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് എസ്റ്റിമേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ കാണുന്ന ഓരോ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതൊക്കെ വാചകങ്ങളാണ്, പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എസ്റ്റിമേറ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഡാറ്റ ഫോർ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഡാറ്റാസ് നമുക്കറിയാം. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ, ഇപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ, അവിടെ ക്വാണ്ടിറ്റീസ് കണക്കാക്കണമെങ്കിൽ, ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് കണക്കാക്കണമെങ്കിൽ നമുക്കൊരു ഡ്രോയിങ് ആവശ്യമുണ്ട് അല്ലേ. ആ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഫുള്ളി ഡയമെൻഷൻ്റെ പ്ലാനും സെക്ഷനൊക്കെ ആയിരിക്കണം. എല്ലാ ഡയമെൻഷൻ പ്ലാനിനകത്തും സെക്ഷനകത്തൊക്കെ ഡയമെൻഷനായിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കണം, ഡ്രോയിങ്സ് ആയിരിക്കണം എസ്റ്റിമേറ്റിൻ്റെ അകത്തുള്ള ഏറ്റവും ആദ്യത്തെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അല്ലേ. ഈ കാണുന്ന സെക്ഷനകത്ത് തന്നെ നമുക്ക് പറയാം, അതിനകത്ത് മെറ്റീരിയൽ, അതായത് ഇപ്പം നമ്മൾ കാണിക്കലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ഒരു റൈറ്റ് സൈഡ് ഏതാണ്ട് ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻ അല്ലേ. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഡ്രൈ റബ്ബിൾ ഉപയോഗിക്കുന്നു, പ്ലിന്ത് ആണെങ്കിൽ റാൻഡ് റബ്ബിൾ ഉപയോഗിക്കുന്നു, വാൾ വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രിക്ക് വർക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ഉപയോഗിക്കുന്നു അല്ലേ. RCCയുടെ ഈ പറഞ്ഞ പോലെ 1:2:4 ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 1:1.5:3 ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്പെസിഫിക്കേഷൻ അല്ലേ. ആ സ്പെസിഫിക്കേഷൻ നമുക്ക് അറിയണം, എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തണം. അതാണ് രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ. ഈ കാണുന്ന സ്പെസിഫിക്കേഷൻ നമുക്ക് രണ്ടായി തിരിക്കാൻ വരും. അപ്പോൾ ഈ കാണുന്ന സ്പെസിഫിക്കേഷൻ ചെയ്യുന്നു. ഇനി അടുത്തറിയേണ്ടത് റേറ്റ് ആണ്. ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് എത്ര രൂപ വരുന്നു എന്ന് കണക്കാക്കുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിന് എത്ര രൂപ വരുന്നു എന്ന് കണക്കാക്കുന്നതാണ് റേറ്റ്. അപ്പോൾ ഈ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ഉദാഹരണം നമ്മൾ ചിന്തിക്കാം. ഇപ്പോൾ ഒരു M³ ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നത്, ഒരു M³ ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നതായിരിക്കാം. ഒരു M³ ബ്രിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ബ്രിക്ക് മേസണറിയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു M³ ബ്രിക്ക് മേസണറി വർക്കാണ്, വാൾ ഇൻ ബ്രിക്ക് മേസണറി ആണ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫിക്കേഷൻ പറയുന്നത്, ഇപ്പോൾ നോക്കിയോ സ്പെസിഫിക്കേഷനകത്ത് തന്നെ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് വാൾ ഇൻ സൂപ്പർ സ്ട്രക്ചറിനകത്തുള്ള വാൾ ഇൻ ബ്രിക്ക് വർക്ക് ഇൻ സിമന്റ് മോട്ടർ 1:5 അല്ലെങ്കിൽ 1:6 എന്നാണ് പറയുന്നതെങ്കിൽ, അതിനകത്ത് നമുക്കറിയാം സൂപ്പർ സ്ട്രക്ചറിനകത്തുള്ള വാൾ നിർമ്മിക്കുന്നത് ബ്രിക്ക് വർക്കിനകത്താണ്. അതിന് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റിനകത്തും ബെഡിനകത്തും വരുന്ന സിമന്റ് മോട്ടർ എന്ന് പറയുന്നത് 1:6 എന്ന് പറയുന്നത്. ഇതൊരു ബ്രീഫായിട്ടുള്ള ഒരു ചുരുക്കിയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഈ ബ്രീഫായിട്ടുള്ള ഈ സ്പെസിഫിക്കേഷൻ എന്നാൽ പറയുന്നതാണ് ജനറൽ സ്പെസിഫിക്കേഷൻ എന്നറിയാം. ജനറൽ സ്പെസിഫിക്കേഷൻ ബ്രീഫായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ജനറൽ സ്പെസിഫിക്കേഷൻ എന്നറിയാം. അപ്പോൾ ഇവിടെ ആകെ പറഞ്ഞത് ഒന്ന് ആ വർക്കിൻ്റെ നേച്ചർ പറഞ്ഞു. ഏതാ? വാൾ ഇൻ സൂപ്പർ സ്ട്രക്ചറിനകത്തുള്ള വാളിനകത്ത് ഏത് വർക്കാണ് ചെയ്യുന്നത്? ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് മേസണറി ഉപയോഗിക്കാം പറയാം അല്ലേ. ഇനി അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അതിനകത്ത് സിമന്റ് മോട്ടർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടൊരു ടേംസ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. പറഞ്ഞ സ്പെസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? വാൾ ഇൻ സൂപ്പർ സ്ട്രക്ചർ ഇൻ ബ്രിക്ക് വർക്ക് ഇൻ CM 1:6. അപ്പോൾ വളരെ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളെങ്കിൽ അതിനെ ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ, ഇത്ര മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്തും ഈ ഒരു സ്പെസിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഈ കാണുന്ന വർക്ക് കരാറെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ബ്രിക്ക് വർക്ക് ഇൻ വാൾ ഇൻ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ എന്നും വാൾ ഇൻ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ എന്ന് മാത്രമല്ല. ഇപ്പോൾ ബ്രിക്ക് വർക്ക് എന്ന് നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, ക്ലാസ് ഓഫ് ബ്രിക്ക് ഉണ്ട് അല്ലേ. ആ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഉണ്ട് അല്ലേ. ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഇനി എവിടെയാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഈ കില്ലിൽ ചുറ്റെടുത്ത് അല്ലേ, കില്ലിൽ ചുറ്റെടുത്ത് ഗ്രൗണ്ട് മോട്ടർ ആയിട്ടുള്ള കില്ലിൽ ചുറ്റെടുത്തുള്ള ഇഷ്ടികളാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ സ്പെസിഫിക്കേഷൻ പറഞ്ഞു, അതിനകത്ത് ഈ പറഞ്ഞ ഇഷ്ടികയ്ക്ക് വാട്ടർ അബ്സോർപ്ഷൻ്റെ കാര്യം പറയുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചു സിമന്റ് മോട്ടർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ആ സിമന്റ് മോട്ടർ ഏത് സിമന്റ് ഉപയോഗിക്കുന്നു? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് ഉപയോഗിക്കുന്നു പറഞ്ഞു. അത് ഏതിനകത്ത് പറയില്ല, ബ്രീഫ് സ്പെസിഫിക്കേഷനകത്ത് പറയില്ല, OPC ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഏതാ ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. പോസലോണ പോർട്ട്ലാൻഡ് സിമെന്റ് അല്ല അല്ലെങ്കിൽ പോസലാൻഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഏത് സിമെന്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അല്ലെ. സിമെന്റും സാൻഡും എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്ന് പറയുന്നു, ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നു എന്ന് പറയുന്നു, മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു അല്ലെ. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ വർക്ക്മാൻഷിപ്പ് എങ്ങനെയാണ് അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നു അല്ലെ. പ്ലേസിങ്ങിനെ കുറിച്ച് പറയുന്നു. എല്ലാ ഡീറ്റെയിൽസും കൂടി ഈ കാണുന്ന സ്പെസിഫിക്കേഷനെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നു
ഇനി ഇതിനകത്ത് അറിയേണ്ട കാര്യം റേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു M³ ബ്രിക്ക് വർക്കിന് എത്ര രൂപയാവുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കണം. ഒരു M³ എത്ര രൂപയാവും അല്ലേ? സാധാരണ ഈ M³ ഒരു M³ ബ്രിക്ക് മേസണറിക്കകത്ത് വരുന്ന മെറ്റീരിയൽ നമുക്കറിയാം. ഏതൊക്കെയാണ്? ബ്രിക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ സിമൻറ്റ് വരുന്നുണ്ട്, സാൻഡ് വരുന്നുണ്ട് അല്ലേ? ബ്രിക്ക് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. സിമൻറ്റ്, സാൻഡ് ഇത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ എവിടെ ആ സൈറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നുണ്ട്. നമുക്കത് ഉൾപ്പെടുത്തണം. മെറ്റീരിയലിൻ്റെ ചാർജ് ഉൾപ്പെടുത്തണം, ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് ഉൾപ്പെടുത്തണം അല്ലേ? ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വാട്ടറിങ്ങിൻ്റെ ചാർജസ് ഉൾപ്പെടുത്തണം അല്ലേ? ആ കാണുന്ന വാട്ടറിങ് ചാർജസും കൂടി ഉൾപ്പെടുത്തിയാൽ ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കോൺട്രാക്ടർക്ക് ഒരു പ്രോഫിറ്റ് ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും ഓരോ പ്രവൃത്തിയുടെ സബ് വർക്കുകളാണ് ഈ നമ്മളിപ്പോൾ എർത്ത് വർക്ക്, എക്സ്കവേഷൻ എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ്റെ വർക്ക്, അതൊക്കെ ഒരു വർക്കിൻ്റെ സബ് വർക്കുകളാണ്. അപ്പോൾ ഓരോ വർക്കിനും സബ് വർക്കിനും ഈ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ വർക്കിലും കോൺട്രാക്ടർക്ക് പ്രോഫിറ്റ് വേണം. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തണം അല്ലേ? അപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ റേറ്റ്, അതേപോലെ തന്നെ ടൂൾസ് ആൻഡ് മെഷീനറീസിൻ്റെ റേറ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡാറ്റാ ബുക്ക് അല്ല, റേറ്റ് ബുക്ക് ഉണ്ട്. ഡാറ്റ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനാണ്. അതായത് ഇപ്പോൾ ഒരു ബ്രിക്ക് മേസണറി പ്രിപ്പയർ ചെയ്യണം, എത്ര M³ ബ്രിക്ക് വേണം, എത്ര M³ സിമൻറ്റ് വേണം, എത്ര M³ സാൻഡ് വേണം എന്ന് പറയുന്നൊരു ഡാറ്റയുണ്ട്. ഇത് ഡാറ്റാ ബുക്ക് എന്ന് പറയും. പണ്ട് ഉപയോഗിച്ചിരുന്നത് PWD ഡാറ്റാ ബുക്കിനകത്താണ്. ഇപ്പോൾ നമ്മൾ PWD ഡാറ്റാ ബുക്കല്ല ഉപയോഗിക്കുന്നത്, ഡാറ്റാ ബുക്ക്. ഓർത്ത് വയ്ക്കുക ഈ സ്പെസിഫിക്കേഷൻ. ഇത്ര M³ ഒരു M³ ബ്രിക്ക് വർക്ക് ചെയ്യാൻ ഇത്ര M³ ഇഷ്ടിക വേണം, അല്ലെങ്കിൽ ഇത്ര M³ സിമൻറ്റ് വേണം, ഇത്ര M³ സാൻഡ് വേണം എന്ന് പറയുന്ന ഡാറ്റാസാണ്. ഈ റേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഡാറ്റാസാണ്. ഈ ഡാറ്റാസ് മുന്നേ കാണിച്ചിരുന്നത് PWD ഡാറ്റാ ബുക്ക് ഉപയോഗിച്ച് നമ്മൾ കേരളത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് PWD ഡാറ്റാ ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉപയോഗിച്ചിരുന്ന ഈ PWD തന്നെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയും. ആ ഷെഡ്യൂൾ ഓഫ് റേറ്റിനകത്ത് ബ്രിക്കിൻ്റെ വില, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റിൻ്റെ വില, സാൻഡിൻ്റെ വില, അതേപോലെ തന്നെ ഈ ടൂൾസ് ആൻഡ് മെഷീനറീസിൻ്റെ റേറ്റ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റാ ബുക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഡാറ്റാ ബുക്കും ഷെഡ്യൂൾ ഓഫ് റേറ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ റേറ്റ് അനലൈസ് ചെയ്യുമായിരുന്നു. റേറ്റ് അനാലിസിസ് എന്നുള്ള വാക്കാണ്. റേറ്റ് ഉണ്ടാക്കുമായിരുന്നു അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റിനകത്ത് ഈ സ്പെസിഫിക്കേഷൻ ആവശ്യമായ ഡാറ്റാസും അതേപോലെ തന്നെ റേറ്റും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലെ റേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ LSGD ആണെങ്കിലും PWD ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പൊതുവായിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലും ഓരോ സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ഒരു കോസ്റ്റ് ഇൻഡെക്സ് വെച്ച്, ഡൽഹിയിലെ ആ ഷെഡ്യൂൾ ഓഫ് റേറ്റിന് ഒരു കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. കോസ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ നമ്മുടെ പ്രദേശത്തെ റേറ്റാക്കി കണക്കാക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നമുക്ക് അനാലിസിസ് ഓഫ് റേറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ റേറ്റ് അനാലിസിസ് ചെയ്യുക. റേറ്റ് അനാലിസിസിലൂടെയോ അല്ലെങ്കിൽ PWD ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഇപ്പോൾ നമുക്ക് PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് കിട്ടുന്നില്ല, പകരം നമ്മൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം റേറ്റ് അനാലിസിസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഡാറ്റാസ് എന്ന് പറയുന്നത് ഡ്രോയിങ്, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും മെഷർമെൻറ്റ് കിട്ടും. ആ മെഷർമെൻറ്റ് മാത്രം കിട്ടിയാൽ പോരാ, ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക്കേഷൻ അറിയണം. ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക്കേഷൻ മാത്രം അറിഞ്ഞാൽ പോലെ ഓരോ വർക്കിൻ്റെയും യൂണിറ്റ് റേറ്റ് അറിയണം. യൂണിറ്റ് റേറ്റ് കണക്കാക്കുന്ന ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് റേറ്റ് അനാലിസിസിലൂടെ ആദ്യം നമ്മൾ റേറ്റ് കണക്കാക്കുന്നു അല്ലേ? സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നും പറയാം. ഇവിടെ നോക്കിക്കോളൂ, ഡ്രോയിങ്, അതിനകത്ത് പ്ലാന്, സെക്ഷൻ എക്സെട്ര അല്ലേ? അവിടെ പ്ലാനും സെക്ഷൻ എലിവേഷനും എല്ലാം വേണം. എത്രയാണ് നമ്മൾ സാധാരണ 1:100 കുറയാത്ത ഒരു ഡ്രോയിങ് ആണ് ഉപയോഗിക്കാറുള്ളത്. ആ കാണുന്നത് ഫുള്ളി ഡയമെൻഷൻ ആയിരിക്കണം. പ്ലാൻ ആണെങ്കിലും സെക്ഷൻ ആണെങ്കിലും ഫുള്ളി ഡയമെൻഷൻ ആണ്. അത് വരയ്ക്കുന്നത് 1:100 എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയും. സാധാരണ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് 1:100 ഇനി അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആണ്. ആ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ ഗീവ്സ് ദ നേച്ചർ, ക്വാളിറ്റി ആൻഡ് ക്ലാസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ ഇൻ ജനറൽ ടേംസ് മാത്രമേ അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ടു ബി യൂസ്ഡ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് ദ വർക്കിൻ്റെ പല ഭാഗങ്ങളായിട്ട് അതിൻ്റെ നേച്ചർ അല്ലെ, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള നേച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്ലാസ് ഓഫ് വർക്ക്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ടേംസ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ.
ടു ബി യൂസ്ഡ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് ദ വർക്ക്. അല്ലെ, ഈ ജനറൽ സ്പെസിഫിക്കേഷനാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താണെന്ന് അടുത്ത വീഡിയോനകത്ത് നമുക്ക് പറയാം. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജനറൽ സ്പെസിഫിക്കേഷനാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജനറൽ സ്പെസിഫിക്കേഷനാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജനറൽ സ്പെസിഫിക്കേഷനാണ്. ഇനി അടുത്ത സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനാണ്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിക്ക് വർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രിക്ക് വർക്ക് ഏതാ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് ഉപയോഗിക്കുന്നു. ആ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ പ്രത്യേകതകൾ പറയുന്നു, അതിൻ്റെ ക്വാളിറ്റി പറയുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നു, അതിൻ്റെ സൈസ് പറയുന്നു. ഇഷ്ടിയുടെ സൈസ് എന്ന് പറയുന്നത് 19x9x9 അല്ലെങ്കിൽ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നോമിനൽ സൈസ് എത്രയാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അല്ലേ. ഇനി അതിനകത്ത് ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോട്ടാർ, സിമെൻറ്റും സാൻഡും എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള സാൻഡാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വർക്കിൻ്റെയും ഓരോന്നിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലേ, നമുക്കൊരു കരാർ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ്റെ ആവശ്യകത വരാറുണ്ട്. കാരണം നമ്മൾ ജനറൽ സ്പെസിഫിക്കേഷനകത്ത് വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കരാർ അഗ്രിമെൻറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ആവശ്യകത വരാറുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഗീവ്സ് ദ ഡീറ്റെയിൽഡ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഡീറ്റെയിൽഡ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ, ലേയിങ് ഡൗൺ ദ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ അളവ്, അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രൊപ്പോർഷൻ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ വർക്ക്മാൻഷിപ്പ്, എങ്ങനെയാണ് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബ്രീഫ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് വളരെ ചെറിയ അല്ലെ നേച്ചർ, ക്വാളിറ്റി ആൻഡ് ക്ലാസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ ഇൻ ജനറൽ ടേംസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെ, ജനറൽ ടേംസിനകത്താണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടി ഏതാ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ദെയർ പ്രൊപ്പോർഷൻ, ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യിപ്പിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ലേബേഴ്സിനെ കൊണ്ട് വർക്ക്മാൻഷിപ്പ് എങ്ങനെയാണ് പണിയെടുപ്പിക്കുന്നത്, ആ എല്ലാ ഡീറ്റെയിലും കൂടി ഉൾപ്പെടുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സ്പെസിഫിക്കേഷൻസ് ആർ ഗിവൺ ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി അടുത്ത് വരുന്ന മൂന്നാമത്തെ പറഞ്ഞ റേറ്റ് ആണ്. റേറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു ഓരോ വർക്കിനകത്തുള്ള ഐറ്റത്തിൻ്റെയും റേറ്റ് അല്ലേ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിൻ്റെ റേറ്റ്, ലേബേഴ്സിൻ്റെ റേറ്റ്, അത് ടൂൾസ് ആൻഡ് മെഷീനറീസിൻ്റെ റേറ്റ്, ഇതെല്ലാം ഏതിനകത്താണ് ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റിനകത്ത് ഉണ്ടാവും അല്ലെ, PWDയുടെ ഷെഡ്യൂൾ ഓഫ് റേറ്റിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് അനാലിസിസ് ഓഫ് റേറ്റ് അല്ലെ, റേറ്റ് അനലൈസ് ചെയ്യണം, ഓരോ വർക്കിൻ്റെയും റേറ്റ് അനലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഷെഡ്യൂൾ ഓഫ് റേറ്റും ഡാറ്റാ ബുക്കുമാണ് മുന്നേ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റിനകത്ത് ഈ സ്പെസിഫിക്കേഷൻ്റെയൊക്കെ ഡാറ്റാസും ഉണ്ട്, അതേപോലെ തന്നെ റേറ്റും ഉണ്ട്. അപ്പോൾ ഇതന്നെ ഇവിടെ പറയുന്നത് റേറ്റ്സ് പെർ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്, പല വർക്കുകളുടെ റേറ്റ്സുകൾ അല്ലേ, എങ്ങനെയാണ് ദ റേറ്റ്സ് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ്, അതേപോലെ തന്നെ വേജസ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലേബേഴ്സിൻ്റെ ചാർജസുകൾ അല്ലേ, ഇതെല്ലാം എവിടെ ആർ ഒബ്റ്റൈൻ ഫ്രം PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്. ഇതെല്ലാം PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്കിനകത്തുണ്ട്. അല്ലെങ്കിൽ റേറ്റ്സ് മേ ബി വർക്ക്ഡ് ഔട്ട് ബൈ അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇങ്ങനെ റേറ്റ് അനാലിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ വർക്കിൻ്റെയും ഓരോ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് റേറ്റ് കണക്കാക്കണം അനാലിസിസ് ഓഫ് റേറ്റ് വഴി. അനാലിസിസ് ഓഫ് റേറ്റിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഉപയോഗിക്കാം. കാരണം അതിനകത്ത് സ്പെസിഫിക്കേഷൻ്റെ ഡാറ്റാസും ഉണ്ട്, ഈ പറഞ്ഞ എമൗണ്ട് ഉണ്ട് അല്ലേ. അതിനെ നമ്മളൊരു കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിലെ റേറ്റാണ്, അതിനെ നമ്മൾ കേരളത്തിലെ റേറ്റ് ആക്കി പറഞ്ഞാൽ കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി പഠിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഡാറ്റ ഫോർ എസ്റ്റിമേറ്റിന് ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേറ്റ്സ് കൂടി ആവശ്യകതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ടൈപ്സ് ഓഫ് എസ്റ്റിമേഷനെ കുറിച്ച് പ്രിലിമിനറി, അപ്രോക്സിമേറ്റ്, ഐറ്ററേറ്റ് എസ്റ്റിമേറ്റ്, ഇത് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എസ്റ്റിമേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കാണുന്ന പ്രൊബബിൾ ആയിട്ട് വർക്കിൻ്റെ ആവശ്യം വരുന്ന ആ വർക്കിൻ്റെ ചിലവ് എത്രയാണെന്ന് കണക്കാക്കുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ചിലവ് കണക്കാക്കുന്നത്. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ റേറ്റ് കണക്കാക്കാൻ, വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ വർക്കിന് എത്ര രൂപയാവും നമുക്ക് കണക്കാക്കാൻ കഴിയും. പിന്നെ ടെൻഡറുകൾ ക്ഷണിക്കാനും കരാറ് ക്രമീകരിക്കുന്നതിനും
അതേപോലെ തന്നെ വർക്കുകൾ ചെയ്യുന്ന സമയത്തുള്ള ചെലവ് നിയന്ത്രിക്കുന്നതിനെല്ലാം എസ്റ്റിമേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വർക്കിന് ആവശ്യമായ ഡാറ്റാസ് ഐഡിയാസ് അല്ലെ എസ്റ്റിമേഷനിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ കരാറുകാർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ചെയ്ത വർക്ക് നമുക്ക് വേണമെങ്കിൽ എസ്റ്റിമേഷനിലൂടെ പരിശോധിക്കാൻ പറ്റും. നമുക്ക് എസ്റ്റിമേഷനകത്തുള്ള റേറ്റ് പ്രകാരം നമുക്ക് കോൺട്രാക്ടർക്ക് പൈസ നമ്മൾ ചെയ്ത അളവിനനുസരിച്ചിട്ട് ആൾക്ക് പൈസ പേയ്മെൻറ്റ് കണക്കാക്കാൻ കഴിയും. പിന്നെ സെയിൽ വാല്യൂ അല്ലെ വിൽപ്പന മൂല്യം കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ വാടക നിശ്ചയിക്കുന്നതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു എസ്റ്റിമേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി എസ്റ്റിമേഷൻ ആവശ്യമായ ഡാറ്റാസ് എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ് അല്ലെ ഫുള്ളി ഡയമെൻഷൻ്റെ ഡ്രോയിങ് ആണ്. പ്ലാനിംഗ് സെക്ഷൻ ഉൾപ്പെടെയുള്ള ഫുള്ളി ഡയമെൻഷനിലെ സാധാരണ 1:100 ആണ്. ഇനി ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക്കേഷൻ, ആ സ്പെസിഫിക്കേഷനിലെ ജനറൽ സ്പെസിഫിക്കേഷൻ എന്നും അതേപോലെ തന്നെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ജനറൽ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിൻ്റെ സ്വഭാവം, അതേപോലെ ക്വാളിറ്റീസ്, പിന്നെ അതിൻ്റെ ക്ലാസ് ഓഫ് വർക്ക്, അതങ്ങനെ എന്നിവ മാത്രമായിട്ട് ജസ്റ്റ് പൊതുവായിട്ടൊന്ന് പറഞ്ഞാൽ മതി അല്ലേ. അത്രയും ഡീറ്റെയിൽസ് മാത്രമേ ജനറൽ സ്പെസിഫിക്കേഷനകത്ത് പറയുന്നുള്ളൂ. എന്നാൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് ഈ പറഞ്ഞ പോലെ അത് എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം, മെറ്റീരിയലുടെ അളവ്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ അനുപാതങ്ങൾ, തയ്യാറാക്കുന്ന രീതി, വർക്ക്മാൻഷിപ്പ്, ജോലി എങ്ങനെയാണ് നിർവഹിക്കുന്നത്, എങ്ങനെയാണ് ആ സൈറ്റിനകത്ത് ആ പ്രവൃത്തി നിർവഹിക്കുന്നത് എന്നിവയെല്ലാം കൂടി ഉൾപ്പെടുത്തി പറയുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റേറ്റ് നിർമ്മാണത്തിൽ നമ്മൾ ഈ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കളുടെ മെറ്റീരിയൽസിൻ്റെ റേറ്റുകൾ, അതേപോലെ തന്നെ തൊഴിലാളികളുടെ ലേബർ ചാർജസ്, അതേപോലെ തന്നെ ഇതെല്ലാം PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റേറ്റ് അനാലിസിസ് വഴി റേറ്റ് കണക്കാക്കണം. ഇതാണ് എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ. അതിനകത്ത് ജനറൽ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷനാണ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റിനകത്ത് ഉപയോഗിക്കുന്നത് എന്നൊരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. നമുക്ക് ഓരോരോ വീഡിയോ തുടർച്ചയായി കണ്ടുവരുന്ന സമയത്ത് വളരെ കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എസ്റ്റിമേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ കാണുന്ന കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിനകത്ത് കയറാൻ വേണ്ടി നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ചെയ്യാം. അതിന് കുറച്ചും കൂടി സമയം നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വീഡിയോസ് ചെയ്തതിന് ശേഷമേ പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.